മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്. അതെ സാർ, മഞ്ഞ ഉടുപ്പിട്ടിട്ടുള്ള ആ വൈറ്റ് ഗാർഡ് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് സാറിന് അറിയോ? അവിടെ മുസ്ലിം സംഘടനകൾ മാത്രമല്ല സാറേ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വീഡിയോ. പ്രവർത്തനം താണുപോയി. മറ്റെല്ലാവരും ചേർത്ത് ആ വ്യക്തിനെ പുറത്തെടുക്കുകയായിരുന്നു, വലിച്ചെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഇത് മറ്റൊന്നുകൂടി ഇതിനകത്ത് പറയേണ്ടതുണ്ട് പിജി. ഇവിടെ സേവാഭാരതിയുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ സജീവമായുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്പരം വലിയ പോരടിക്കുമ്പോഴും വളരെ ആത്മാർത്ഥമായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു. നേരത്തെ താണുപോയ പ്രവർത്തകനെ, മുസ്ലിം ലീഗിന്റെ മറ്റു പ്രവർത്തകനെ സേവാഭാരതിക്കാർ ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. സമൂഹത്തിലോ സോഷ്യൽ മീഡിയയിലോ കാണുന്ന ഒരു അകലവുമില്ലാതെ ഒരേ മനസ്സോടുകൂടി ഒരു ദുരന്തമുഖത്ത് ഒരുമിക്കുന്നതിന്റെ നല്ല മാതൃക കൂടി ഇവിടെ നമുക്ക് വളരെ പ്രകടമായി കാണാനുണ്ട്. അവിടെ മുസ്ലിം സംഘടനകൾ മാത്രമല്ല സാറേ ഉണ്ടായിരുന്നത്. നിങ്ങളിപ്പോ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ, SKSF, SSF, സുന്നി, അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളെ പറ്റി മുസ്ലിമിന്റെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ടൈലർ ഷോപ്പിൽ പോയിട്ട് മഞ്ഞ ജേഴ്സി എല്ലാം എടുത്ത് ഇതാക്കിയിട്ടുണ്ടെന്ന്. അവിടെ മറ്റുള്ള ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു സാറേ. സേവാഭാരതിന്റെ ഉണ്ടായിരുന്നു, DYFIന്റെ ഉണ്ടായിരുന്നു, SDPIന്റെ ഉണ്ടായിരുന്നു, മറ്റുള്ള ഒരുപാട് സംഘടനകൾ. അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ മുസ്ലിമെന്നോ എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരു അപകടം സംഭവിച്ചാൽ എന്നും എല്ലാവരും ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകാം, തല്ലുകൂടും. പക്ഷേ ഒരു അപകടം സംഭവിച്ചാലുണ്ടല്ലോ, അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാണ്ട്, രാഷ്ട്രീയമോ അങ്ങനെ ഒന്നും നോക്കാണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ് സാറേ. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വീഡിയോ. ഇങ്ങനെയുള്ള വിഷം ചീറ്റുന്ന ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്ത് സാറേ. എന്തിനാണ് നിങ്ങളെ വിഷം ചീറ്റുന്നത്? ഇത് കേരളം. അപകടങ്ങൾ സംഭവിച്ചാൽ എന്നും ഓടിയെത്തുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. എത്രത്തോളം അവിടെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ നേവിന്റെ കൂടിയും, അതേപോലെ തന്നെ കേരള പോലീസ്, ഫയർ സർവീസ്, അങ്ങനെ ഒരുപാട് ഇവരെ കൂടെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് അവിടുത്തെ ഓരോരോ സംഘടനകളും. വിഷം ചീറ്റരുത് സാറേ. ഇത് കേരള മക്കൾ. എന്നും നമ്മ ഒറ്റക്കെട്ടാണ്. ഈ സമയത്തെങ്കിലും നിങ്ങളെ ഈ വാക്കുകളുണ്ടല്ലോ നിർത്ത്. ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്, ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ. നമ്മളോർക്കും ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ.